ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ആരാധന ചിന്തയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് 18-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. 18-ാം സങ്കീർത്തനം നാം നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ സങ്കീർത്തനം വളരെ എളുപ്പത്തിൽ നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഹെഡിങ് നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്കിതിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വിടുതലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പാടി സ്തുതിക്കുന്ന, തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ നന്ദിയുടെ വാക്കുകളാണ് ഈ സങ്കീർത്തനം എന്ന് വിവരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നാം 2-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ നാം വായിച്ചത്, ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ശൈലം. ശൈലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ലോർഡ് ഈസ് മൈ റോക്ക്, ഏറ്റവും ഉറപ്പുള്ള ഒരു സ്ഥാനം. നമുക്കറിയാം, മനുഷ്യർ എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് ഒരു ഉറപ്പുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ദാവീദിന് പറയുവാൻ തക്കവണ്ണം കഴിയും, എൻ്റെ ഉറപ്പുള്ള ഒരു സ്ഥാനം ദൈവമാണ് എന്ന്. പിന്നീട് ദാവീദ് പറയുന്നു, എൻ്റെ കോട്ട. കോട്ട നമുക്കറിയാം, എല്ലാ രാജാക്കന്മാരും കോട്ടകളിലാണ് വസിക്കുന്നത്. അവർക്ക് ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു സിമ്പലായിട്ട് നമുക്ക് കോട്ടയെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതുപോലെ വീണ്ടും പറയുന്നു, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പ്, എൻ്റെ ഗോപുരം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദാവീദിന് ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഉണ്ട്. കാരണം ഇന്ന് ദാവീദ് മരണഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനായിട്ട് ഇരുന്നു കൊണ്ട് ആ ദൈവം ചെയ്ത വിടുതലിനെ ഓർത്തുകൊണ്ടാണ് ദാവീദ് ഈ വാക്കുകളൊക്കെ എഴുതുന്നത്. വീണ്ടും നാം 4-ാം വാക്യം, 4, 5 വാക്യം, 6 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ചില വാക്കുകൾ ദാവീദ് എഴുതിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. ഒന്ന്, മരണപാശങ്ങൾ എന്നെ ചുറ്റി. പിന്നീട് നാം കാണുന്നു, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. 5-ാം വാക്യം, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. അതിൽ തന്നെ കാണുന്നു, മരണത്തിൻ്റെ കെണികൾ എന്നെ തുടർന്ന് പിടിച്ചു. 6-ാം വാക്യം, എൻ്റെ കഷ്ടതയിൽ. ഈ വാക്കുകൾ നാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും, ദാവീദിൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണിച്ചു, എൻ്റെ കഷ്ടതയിൽ. ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇൻ മൈ ഡിസ്ട്രസ്. നമുക്കറിയാം, ഡിസ്ട്രസ് എന്ന് പറയുന്നത് പലപ്പോഴും കടലിനുള്ളിൽ അകപ്പെട്ട ഒരു ബോട്ട് അത് മുങ്ങി താഴുകയാണെങ്കിൽ അതിൽ ഉള്ള വ്യക്തികൾ അവർക്ക് സ്വയമായിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ രക്ഷിക്കുവാൻ തക്കവണ്ണം ആരെയും കാണാതിരിക്കുമ്പോൾ അവർ ചില ഡിസ്ട്രസ് സിഗ്നലുകൾ അയക്കാറുണ്ട്. അത് മറ്റെവിടെയെങ്കിലുമുള്ള കപ്പലുകൾക്ക് ലഭിച്ചാൽ അവർ ചിലപ്പോൾ രക്ഷയ്ക്കായി എത്തിയെന്ന് വരാം. ഇതാണ് ആ ഡിസ്ട്രസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദാവീദിന് സ്വയമായിട്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ തക്കവണ്ണം സാധിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ സാഹചര്യങ്ങളിലുള്ള തൻ്റെ പരിചയക്കാരോ മറ്റുള്ളവരോ തന്നെ രക്ഷിക്കുവാൻ അവർക്കും കഴിയാത്ത, അല്ലെങ്കിൽ അവർ സഹായിക്കാത്ത ഒരവസ്ഥയിൽ മറ്റെവിടെ നിന്നോ ഒരു രക്ഷ ലഭിക്കുന്ന ഒരവസ്ഥ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ തന്നെ 16, 17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ദാവീദ് വീണ്ടും വിവരിച്ച് വർണ്ണിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. എനിക്ക് രക്ഷ എന്നിൽ നിന്നോ എൻ്റെ ചുറ്റുപാടിൽ നിന്നോ ലഭിക്കാതിരുന്നപ്പോൾ എനിക്ക് ഉയരത്തിൽ നിന്ന് ഒരു കൈ, രക്ഷയുടെ കൈ എൻ്റെ നേരെ നീട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പാട്ടുപാടുന്നത് എന്ന് ഈ ദാവീദിനെ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ഉയരത്തിൽ നിന്നുള്ള രക്ഷ, ആ ഉയരത്തിൽ നിന്നുള്ള രക്ഷയുടെ കൈ, അതിനെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ പാറ, എൻ്റെ പരിച. ഇങ്ങനെ ഒത്തിരി വാക്കുകൾ ദാവീദിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, നിൻ്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, നിൻ്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നീ എനിക്ക് മറവിടമായി, എനിക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും തടയുവാൻ തക്കവണ്ണം നീ എനിക്ക് പരിചയമായി തീർന്നു എന്ന് ദാവീദ് പറയുകയാണ്. വീണ്ടും ആ വാക്യത്തിൽ നിന്ന് കാണുന്നു, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ദൈ ജെൻറ്റിൽനെസ് ഹാത്ത് മെയ്ഡ് മീ ഗ്രേറ്റ്. നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കുന്ന ഈ ദിനത്തിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനും പറയുവാൻ തക്കവണ്ണം മറ്റൊരു വാക്കുകൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം തൻ്റെ ആ താഴ്മ, അവൻ്റെ ആ സൗമ്യത നമ്മെ ഓരോരുത്തരെയും വലിയവരാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദാവീദ് പറയുന്നത് പോലെ നാമും ആ മരണപാശങ്ങളാൽ ചുറ്റി
കിടക്കപ്പെട്ടവരായിരുന്നു. അഗാധ പ്രവാഹങ്ങൾ നമ്മുടെ മേൽ കവിഞ്ഞൊഴുകിയ അവസ്ഥയായിരുന്നു. പാതാള പാശങ്ങൾ നമ്മളെ വളഞ്ഞിരുന്ന അവസ്ഥ, മരണത്തിൻ്റെ കെണികളിൽ നമ്മെ പിടിക്കപ്പെട്ടിരുന്ന അവസ്ഥ. ഇൻ മൈ ഡിസ്ട്രസ് ദാവീദ് പറയുന്ന പോലെ ആ കഷ്ടതയിൽ ദൈവം നമ്മോട് കരുണ കാണിച്ച് നമുക്ക് വേണ്ടി ഒരു രക്ഷയുടെ കരം നീട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് ഈ ലോകത്തിൽ നിന്നുള്ളതല്ല, ഉയരത്തിൽ നിന്നുള്ള രക്ഷാകരം അത് നാം കാണുന്നത് കാൽവരി ക്രൂശിലാണ്. നമുക്ക് വേണ്ടി ആ നീട്ടപ്പെട്ട ആ കരം കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം രക്ഷയുടെ കരമായി ആ കാൽവരിയിലേക്ക് അയച്ചത് മുഖാന്തരം തൻ്റെ സൗമ്യത നാം വായിക്കുന്നു. അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ വായെ തുറക്കാതിരുന്നു. അവൻ്റെ സൗമ്യത ഏറ്റവും ചെളിക്കുഴിയിൽ കിടന്ന നമ്മളെ, പാപത്തിൻ്റെ അഗാധതയിൽ കിടന്ന നമ്മെ, ആ നാശക്കുഴിയിലേക്ക് പോയവരായിരുന്ന നമ്മെ ഇന്ന് വലിയവരാക്കി തീർത്തിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ജനമാക്കി, അവനെ ആരാധിക്കുന്ന പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തിരിക്കുക. അവൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് നമ്മെ തീർത്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ അവനെ ആരാധിക്കാതിരിക്കുവാൻ തക്കവണ്ണം കഴിയും? ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന, ഉയർന്നു വരുന്ന ആ സ്തുതിഗീതങ്ങൾ, ആ സ്തോത്രഗീതങ്ങൾ, രക്ഷയുടെ പാട്ടുകൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒത്തിരി ചിന്തകൾ ദാവീദിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്നും ദൈവത്തെ ആരാധിക്കുന്ന ഈ സുദിനത്തിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയത്തിലൂടെയും കടന്നു പോകേണ്ട ചിന്തകൾ ഇതുതന്നെയാണ്. നാം നിത്യമായ നാശത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. ഒരു കാലത്തും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു. ആർക്കും നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം കഴിയാത്ത അവസ്ഥയിൽ കിടന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം സ്വർഗം തൻ്റെ പുത്രനെ ഒരുക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി വലിയ രക്ഷാപദ്ധതി ഒരുക്കി. ഭാഗ്യവശാൽ ആ പുത്രനെ അംഗീകരിക്കുവാൻ, അവനെ വിശ്വസിക്കുവാൻ തക്കോണം ഇടയായി തീർന്ന് അവൻ്റെ മക്കളായി നാം തീർന്നിരിക്കുകയാണ്. ഇന്ന് അവൻ്റെ സൗമ്യത നമ്മെ വലിയവരാക്കി തീർത്തിരിക്കുകയാണ്. നമുക്കിന്ന് ആ രക്ഷയുടെ പാത്രമായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട്, എല്ലാ മഹത്വവും ആരാധനയും അവൻ്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തെ